തയ്യാറായില്ല. നമ്മുടെ ദയനീയത കണ്ട് വേദനിച്ച ലോകരാഷ്ട്രങ്ങളിൽ ചിലത് കേരളത്തെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. സാധാരണഗതിയിൽ അവർ ഇന്ത്യ ഗവൺമെന്റിനെയാണ് ബന്ധപ്പെടുക. ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞ മറുപടി ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്നാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി, നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അവിടെ വലിയൊരു ദുരന്തമുണ്ടായി. അന്ന് രാജ്യവും രാജ്യത്തിന് പുറത്തു നിന്നും സഹായം വന്നു, സ്വീകരിച്ചു. മോദിയുടെ നേതൃത്വത്തിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. അവിടെയാകാം, ഇവിടെ പറ്റില്ല. ഇപ്പോ മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു വിദേശത്തുള്ള സഹായം സ്വീകരിക്കാം. അപ്പോ മഹാരാഷ്ട്രക്കാകാം, കേരളത്തിന് പറ്റില്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിനോട് ഇത്തരത്തിലൊരു വിരോധപരമായ സമീപനം കേന്ദ്ര ഗവൺമെന്റ് വെച്ചു പുലർത്തുന്നത് കൃത്യമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അത് ഭരണരംഗത്ത് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കേണ്ട സമീപനമല്ല. പക്ഷേ കേരളം അവരാഗ്രഹിക്കുന്ന രീതിയിൽ, BJP ആഗ്രഹിക്കുന്ന രീതിയിൽ, BJPയുടെ നേതൃത്വം RSS ആഗ്രഹിക്കുന്ന രീതിയിൽ കൂടെ നിൽക്കുന്നില്ല. അതിനോടുള്ള വിരോധം, നാടിനോട് വിരോധം, ജനങ്ങളോട് വിരോധം, ആ വിരോധമാണ് ഭരണ നടപടികളിലൂടെ തീർക്കുന്നത്. ഇത് BJPയുടെ ഭാഗത്ത് നിന്ന്. കോൺഗ്രസിന് എന്താണ് പ്രശ്നം? ലീഗിന് എന്താണ് പ്രശ്നം? അവരെല്ലാം BJPയുടെ അതേ നിലപാട് സ്വീകരിക്കേണ്ടവരല്ലോ. ഇത്തരമൊരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോ നിങ്ങൾ ശരിയല്ല ചെയ്യുന്നത്, കേരളത്തിന് ന്യായമായ വിഹിതം അനുവദിക്കണം എന്ന് പറയാൻ ഇവരാരെങ്കിലും തയ്യാറായോ? അന്ന് നിറഞ്ഞു നിൽക്കുകയാണല്ലോ പാർലമെന്റില് UDF എംപിമാര്. ആരെങ്കിലും ഒരാൾ സംസാരിച്ചോ? കേന്ദ്ര ഗവൺമെന്റ് വിമർശിച്ചോ? അപ്പോൾ എന്തിനായിരുന്നു നീക്കം? കേരളത്തെ കുറ്റപ്പെടുത്തുക. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് ഫണ്ട് നിഷേധിക്കുന്നതിന് അനുകൂലമായ വാദഗതികൾ ഉയർത്തുന്നതിന് സഹായകരമായ ചർച്ച പാർലമെന്റിൽ കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. ഇതല്ലേ നമ്മുടെ അനുഭവം? അതെവിടം വരെ എത്തി? ഓർമ്മയില്ലേ? നമ്മുടെ നാടിന് പണം വേണമല്ലോ കാര്യങ്ങൾ നിർവഹിക്കാൻ. ആ പണം ഏതു വഴിക്ക് ലഭിക്കും? അപ്പോ കടമെടുക്കുന്നതിന്റെ ഭാഗമായി ജീവനക്കാരുടെ ഒരു അഭ്യർത്ഥന നടത്തി. അവർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിശ്ചിത ദിവസത്തെ ശമ്പളം വായ്പയായി സർക്കാർ നൽകണം, പിന്നീട് അത് തിരിച്ചു കൊടുക്കൂ. ജീവനക്കാർ നല്ല മനസ്സോടെ അത് സ്വീകരിച്ചു.
എന്താണ് കോൺഗ്രസ് പ്രതികരിച്ചത്? കൊടുക്കാൻ പാടില്ല. അത് എതിർത്തു, ഹൈക്കോടതിയിൽ പോയി. എല്ലാ തരത്തിലും എതിർക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. എന്തിന്? ആ പണം LDF-ന്റെ കയ്യിലേക്ക് എല്ലാവരും എത്തുന്നത്. ഈ നാടിന്റെ പുനർനിർമ്മാണത്തിന്, തകർന്നടിഞ്ഞ് കിടക്കുന്ന നാടിന്റെ പുനർനിർമ്മാണത്തിനാണല്ലോ ആ പണം ഉപയോഗിക്കുക. എന്തേ അത് നടക്കാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ? നടക്കരുത്, ഒന്നും നടക്കരുത്. നാട് മുന്നോട്ട് പോകരുത്. നാട് കഴിയാവുന്നത്ര പുറകിൽ പോകണം. ഈ ഒരു ചിന്തയും വല്ലാത്തൊരു മനോഭാവവും കോൺഗ്രസും ലീഗും UDF-ഉം വെച്ചു പുലർത്തുകയല്ലേ ചെയ്തു? ഇതല്ലേ നമ്മുടെ അനുഭവം? നമ്മൾ തകർന്നു പോയോ? നമ്മുടെ രാജ്യവും ലോകവും കേരളത്തെ ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടു. എങ്ങനെയാണ് ഈ സംസ്ഥാനത്തിന് ഇത്രയെല്ലാം വൈതരണികൾ ഉണ്ടായിട്ടും ഇത്ര ഭംഗിയായ അതിജീവനം നടത്താൻ കഴിഞ്ഞത് എന്നതിലാണ് അവർക്ക് ആശ്ചര്യം. നമുക്കത് ആശ്ചര്യമുള്ള കാര്യമല്ല. അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത. നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതാണ് വിജയകരമായ അതിജീവനത്തിന് നമ്മളെ സഹായിച്ചത്. ഇത് ഏത് അസാധ്യമായ കാര്യവും സാധ്യമാക്കുമെന്ന തരത്തിലുള്ള ആത്മവിശ്വാസം പൊതുവെ സമൂഹത്തിൽ ഉയർത്തുന്നതിനും ഇടയാക്കി. ഇത് ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മുടെ നാടിനെ ചിലർ പുറകോട്ടടിപ്പിക്കാൻ ശ്രമിക്കുന്നത്? പ്രതിസന്ധികളും ദുരന്തങ്ങളും ഉണ്ടായപ്പോ നമ്മെ ആ അവസരം ഉപയോഗിച്ചും കൂടുതൽ ചവിട്ടി താഴ്ത്താൻ നടപടികൾ സ്വീകരിച്ചതും ഓർക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ എല്ലാ മേഖലയിലും കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറം പൊതുവെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു ജില്ലയാണല്ലോ. നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെ ഭാഗമായി കരുത്തു നേടിയ ഒരു പ്രദേശമാണിത്. ഇവിടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം എടുത്ത് പരിശോധിച്ചാൽ പൊതുവിദ്യാഭ്യാസ മേഖല നമ്മുടെ 1-ാം തരം മുതൽ +2 വരെയുള്ള മേഖല എടുത്താൽ ഈ മേഖല വലിയ തോതിൽ മെച്ചപ്പെട്ടിരിക്കുന്നത് കാണാൻ നമുക്ക് കഴിയും. 2016-ൽ 1000 സ്കൂളുകളാണ് അടച്ചിടാൻ അണിയറയിൽ തയ്യാറെടുത്തുകൊണ്ടിരുന്നത്. അനാദായകം എന്ന ശീർഷകത്തിൽപ്പെടുത്തി അടച്ചിടാനായിരുന്നു. 2016-ന് ശേഷം UDF-ന്റെ ഭരണം ഇവിടെ തുറന്നിരുന്നുവെങ്കിൽ ആ 1000 പല ആയിരങ്ങളായി മാറിയിട്ടുണ്ടാകുമായിരുന്നു. നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ആകെ തകർന്നു പോയിട്ടുണ്ടാകുമായിരുന്നു. LDF കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നാട്ടിലെ പൊതുവിദ്യാഭ്യാസ രംഗം ആകെ മാറിയില്ലേ? എല്ലാവരുടെയും അനുഭവത്തിലുള്ള കാര്യമല്ലേ? എങ്ങനെയാണ് മാറ്റമുണ്ടായത്?
നാടും ജനങ്ങളും പൂർണ്ണമായി സഹകരിച്ചു. പക്ഷേ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അതോടൊപ്പം ചെയ്യുകയും ചെയ്തു. 5000 കോടി രൂപയാണ് കേരളത്തിലെ ഈ പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെലവഴിച്ചത്. അതിന്റെ ഭാഗമായി കേരളത്തിലെ 45,000 ക്ലാസ് റൂമുകളാണ് സ്മാർട്ട് ക്ലാസ് റൂമുകളായത്. സ്കൂളുകൾ ഹൈടെക്കായി മാറുന്നു. ഉയർന്ന നിലവാരമുള്ള ലാബുകള്, ലൈബ്രറികള്, മറ്റു സൗകര്യങ്ങൾ, എല്ലാ കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും സ്കൂളിൽ ഒരുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ മാറ്റം LDF അധികാരത്തിൽ വന്നുകൊണ്ടുണ്ടായതല്ലേ? ജനങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം LDFന് നിർവഹിക്കാൻ കഴിഞ്ഞല്ലോ. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കേരളം നല്ല തോതിൽ പുറകിലായിരുന്നു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്താൽ ഒരു 100 എണ്ണത്തിൽ നമ്മുടെ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 100-ൽ എവിടെയുമില്ല. 2016 ഗവൺമെന്റ് തന്നെ ആ കാര്യം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായി ചർച്ച ചെയ്തു. ചില പ്രാരംഭ നടപടികൾ ആ ഘട്ടത്തിൽ തന്നെ സ്വീകരിച്ചു. പക്ഷേ പൊതുവിദ്യാഭ്യാസ രംഗത്തായിരുന്നു കൂടുതൽ ശ്രദ്ധ. എന്നാൽ ഈ പ്രാരംഭ നടപടികൾ സ്വീകരിച്ച ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ കൂടുതൽ ഇടപെടലുകൾക്ക് 2021 ജനങ്ങളുടെ തീരുമാനം സഹായിച്ചു. LDFന് തുടർഭരണം. ആ തുടർഭരണം ലഭിച്ചപ്പോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് പ്രധാന കേന്ദ്രീകരണം. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി മാറ്റും എന്ന് തന്നെ LDF പ്രഖ്യാപിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രചാരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. 4 വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല എന്നും ഒരു മുന്നണി ശക്തിയുടെയും പിന്തുണ വേണ്ടെന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയെ കടുത്ത രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയതെന്ന് കോൺഗ്രസ് പറയണമെന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. വർഗീയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ കേന്ദ്രം ഒഴിവാക്കുകയാണെന്നും ധനസഹായങ്ങൾ നൽകാൻ കേന്ദ്രത്തിന് വിമുഖതയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചിരിക്കുകയാണ്. വിദേശ സഹായമടക്കം കേന്ദ്രം തടഞ്ഞു. ഒപ്പം ഗുജറാത്ത് ഭൂകമ്പത്തിൽ മോദി വിദേശ സഹായം സ്വീകരിച്ചെന്നും പറയുന്നുണ്ട്. ഒപ്പം സർക്കാരിന്റെ നേട്ടങ്ങളുമാണ് നിലവിൽ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടവേള.